ഒരു വിഷയം എടുത്തു നോക്കുമ്പോഴും ഇന്നത്തെ വർത്തമാനകാല ലോകത്ത് നമുക്ക് വേദനയോടുകൂടി നാം കേൾക്കേണ്ടി വരുന്ന വാർത്തകൾ, അത് പലപ്പോഴും അത്തരം തിന്മകളും തെറ്റുകളും ജീർണതയും അത് ഗ്രഹിക്കാത്ത മനുഷ്യനല്ല അത് ചെയ്യുന്നത്. മറിച്ച് അതിനെക്കുറിച്ച് ഇൽമില്ലാത്തത് കൊണ്ടല്ല അവൻ ആ പ്രവൃത്തി ചെയ്യുന്നത്, മറിച്ച് അതിന്റെ ഗൗരവം, അതിന്റെ ആ വിഷയത്തിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് മതിപ്പോടുകൂടിയുള്ള വിജ്ഞാനം അതില്ലാതെ പോകുന്നു. ഇസ്ലാമിനെ കുറിച്ചുള്ള വിജ്ഞാനം അത് മതിപ്പുളവാക്കും വിധം അവന്റെ ഹൃദയത്തിന്റെ ആന്തരാളങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ അവൻ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയുള്ളൂ, പകർത്തുകയുള്ളൂ. ഇവിടെ നിന്നുകൊണ്ടാണ് നാം ചിന്തിക്കേണ്ടത്, ഞാൻ ഉൾക്കൊള്ളുന്ന വിജ്ഞാനം എന്റെ ജീവിതത്തിൽ ഉണ്ടോ, അതനുസരിച്ചുകൊണ്ടാണോ എന്റെ ജീവിതം ഞാൻ ക്രമീകരിക്കുന്നത്. അതില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കണം എന്നിൽ കുറവുകളുണ്ട്, ഞാൻ പഠിച്ചു വെച്ചത് എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല. അതിനെന്താണ് കാരണമെന്ന് ചികഞ്ഞ് മനസ്സിലാക്കി ആ കാരണം പരിഹരിച്ചുകൊണ്ട് നാം ഇസ്ലാമിലേക്ക് തിരിച്ചു പോകണം, അഥവാ ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. ഇത് പൊതുവായി നാം ഗ്രഹിക്കേണ്ട, നാം നമ്മുടെ ചിന്തക്ക് പാത്രമാക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ തജ്വീദും കടന്നു വരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിവരമുണ്ടാക്കിയാൽ പോരാ, ആ വിവരത്തെക്കുറിച്ച് വല്ല സംശയമുണ്ടെങ്കിൽ ആ സംശയം തീർത്തുകൊണ്ട് ആ വിജ്ഞാനത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ പരമാവധി വിജ്ഞാനം നേടിക്കൊണ്ട് ആ വിജ്ഞാനം പരമാവധി മറ്റുള്ളവർക്ക് പകരാനും കൂടിയുള്ള ശ്രമം ഓരോ മനുഷ്യനിലും ഉണ്ടായിത്തീരും, ഓരോ മുസ്ലിമിനും അതുണ്ടായിത്തീരും. ഈ രൂപത്തിലുള്ള പഠനവും ഈ രൂപത്തിലുള്ള പ്രവർത്തനവുമാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. ഏതാവട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. അതും ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് തജ്വീദിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോകത്ത് ആ പദത്തിന്റെ അഥവാ അല്ലാഹു തആല അതിന് കൊടുത്ത പേര്, ആ പേരിനോട് പരിപൂർണമായും യോജിക്കും വിധമാണ് അതിന്റെ അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ, ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്നത് എന്ന ആശയമാണ് ഇത് ഉൾക്കൊള്ളുന്നത്. ഇന്ന് ലോകത്ത് ഭൗതികന്മാർ ഇറക്കിയ എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടാനിക്ക പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതലായി പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണെന്നാണ്. ഇത് നാം പറയുന്നതല്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന് അല്ലാഹു തആല കൊടുത്ത പേര് അതിന്റെ ഇന്നത്തെ അവസ്ഥയും പരിപൂർണമായും ആ പേരിനോട് യോജിച്ചു നിൽക്കുന്ന വിധം, അതിന്റെ ആശയത്തോട് യോജിച്ചു നിൽക്കുന്ന വിധമാണ് എത്തി നിൽക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് വരിക. കാരണം അള്ളാഹു ആണല്ലോ അത് പറഞ്ഞ ആ പേര് ഇട്ടത്. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം. ഇനി അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അത് മുന്നോട്ട് വെക്കുന്ന ആശയം ഏതൊരുത്തന്റെ മുന്നിലും വ്യക്തമായി ആർക്കും സമർത്ഥിക്കാൻ പറ്റും വിധമുള്ള പുരോഗമനപരമായ ആശയമാണ്. അത് വ്യക്തമായി നമുക്ക് ഓരോന്ന് എടുത്ത് ചർവണം നടത്തിയാൽ ഏത് ബുദ്ധിരാക്ഷസന്റെ മുന്നിലും ഏത് ഭൗതികന്റെ മുന്നിലും സമർത്ഥിക്കാൻ കഴിയും. അതിനു പുറമെ അത് മുന്നോട്ട് വെക്കുന്ന ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമി എടുക്കാം, ആസ്ട്രോഫിസിക്സ് എടുക്കാം, അല്ലെങ്കിൽ ബോട്ടണി എടുക്കാം, ഫിസിയോളജി എടുക്കാം, അനാട്ടമി എടുക്കാം, അതല്ലെങ്കിൽ ഓഷ്യനോഗ്രാഫി എടുക്കാം, ശാസ്ത്രശാഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനെക്കുറിച്ചെല്ലാം പരിശുദ്ധ ഖുർആനിലെ സംസാരങ്ങളും അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഏതാണ്ട് 1000-ലധികം ആയത്തുകൾ ഭൗതികമായ പ്രതിഭാസങ്ങളെക്കുറിച്ച്, ശാസ്ത്രീയമായ സത്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഒന്നിനൊന്ന് മികവുറ്റതാണ്, അത് കാലികമാണ്, നിത്യനൂതനമാണ് എന്നത് ആധുനിക ശാസ്ത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആ വശത്തിലൂടെ നോക്കിയാൽ അതോടൊപ്പം തന്നെ അതിന്റെ മറ്റ് ഏതൊക്കെ വിജ്ഞാന ശാഖകളുണ്ടോ അതിലേക്കെല്ലാം പരിശുദ്ധ ഖുർആനെ തുലനം ചെയ്ത് നോക്കിയാൽ അവിടെയെല്ലാം വളരെ മികവോടുകൂടി തലയെടുപ്പോടുകൂടി ഇസ്ലാമിന്റെ ആദർശം പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ തല ഉയർത്തി നിൽക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ അത്ഭുതങ്ങളുടെ അത്ഭുതമായി ലോകത്ത് ആദർശ മഹിമ പൊക്കിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഉയർന്നു നിൽക്കുമ്പോൾ അതിന്റെ വാഹകരായ നമുക്ക് പലപ്പോഴും അതറിയാത്തത് കൊണ്ട് ചൂളിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള പഠനം അത് നിർബന്ധ ബുദ്ധിയാ നാം ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഇവിടെ നാം ഇത് പറയുമ്പോൾ ചില നൂതനവാദികൾ, ചില പുത്തൻവാദികൾ പറയുന്നത് പോലെയുള്ള പഠനമല്ല നാം ഉദ്ദേശിക്കുന്നത്. അഥവാ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ,
വിശ്വാസശാസ്ത്രപരമായ കാര്യങ്ങൾ അത് മഹാന്മാരും കഴിവുള്ള മുജ്തഹിദീങ്ങളുമെല്ലാം അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേക്ക് കൈകടത്താനല്ല നാം പറയുന്നത്. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മഹത്തായ ആയത്ത് അഥവാ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കർ ഉലുൽ അൽബാബ്, അവിടെ പറഞ്ഞ തദബ്ബുർ, ചിന്തിച്ചുകൊണ്ട് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ പലയിടത്തും ഇത് സൂചന നൽകി. അങ്ങനെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ, നമുക്ക് പാരായണം ചെയ്യാൻ കഴിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഏതാണ്ട് ഒരു ആശയം മനസ്സിലാക്കുന്ന തലത്തിലേക്ക് നാം ഉയർന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ലക്ഷ്യമായി എടുത്തുകൊണ്ടുള്ള പഠനം നാം നടത്തേണ്ടിയിരിക്കുന്നു. അതൊരു ഭാഗത്ത് നടക്കണം. പക്ഷെ അതില്ലെങ്കിൽ പോലും അതുണ്ടായിരിക്കണം, അതിന് ശ്രമം ഉണ്ടായിരിക്കണം. പക്ഷെ അതില്ലെങ്കിൽ പോലും പരിശുദ്ധ ഖുർആന്റെ പാരായണം നടക്കണമെങ്കിൽ തജ്വീദ് ഉണ്ടാവണം. ഈ പാരായണം എന്ന് പറയുന്നത് വറത്തിലുൽ ഖുർആൻ തർത്തീല പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അഥവാ നിയമം പാലിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി അതിന്റെ പാരായണ ശാസ്ത്രം പാലിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ആ പാരായണത്തിനുള്ള പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശദമായി പഠിപ്പിച്ചു. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളിലും മുഴുവൻ കാര്യങ്ങളിലും നാം ഒരു ഔത്സുക്യം, ഒരു ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു പഠന രീതി, ഒരു മുന്നോട്ട് വരവ് നമ്മിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞെടുത്ത് വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ, നോക്കിയാൽ പ്രതിഫലമാണ്, കേട്ടാൽ പ്രതിഫലമാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം പരിശുദ്ധ ഖുർആന്റെ അവസ്ഥ. നോക്കിയാൽ പ്രതിഫലം, അതൊന്ന് പാരായണം ചെയ്യുന്നത് കേട്ടാൽ പ്രതിഫലം. ഒരു ഹർഫെങ്കിലും പാരായണം ചെയ്താൽ 10 പ്രതിഫലം, പിന്നെ അതിനൊരു മേലോട്ടാണ്, താഴോട്ടില്ല. ഈ രൂപത്തിൽ പ്രതിഫലങ്ങളുടെ കൂമ്പാരം വാരിക്കൂട്ടാൻ പറ്റുന്ന ഒരു മഹത്തായ കൃത്യമാണ്, അല്ലെങ്കിൽ മഹത്തായ പണിയാണ്, ഒരു മഹത്തായ കർമ്മമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, പരിശുദ്ധ ഖുർആന്റെ പാരായണവും പഠനവും എന്ന് പറയുന്നത്. വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ, ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കണം, ശാന്തമായി അതിലേക്ക് ശ്രദ്ധ കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്താണ് അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ലഭിക്കണം. അല്ലാഹുവിന്റെ നാഥനായ റബ്ബിന്റെ കാരുണ്യമില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. ആ കാരുണ്യം എല്ലാ സൃഷ്ടിയും പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ കാരുണ്യം ലഭിക്കാൻ പരിശുദ്ധ ഖുർആന്റെ പാരായണം കാരണമാവുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആന്റെ പാരായണം കേൾക്കുന്നത് പോലും ആ കാരുണ്യം ലഭിക്കാൻ കാരണമാവുമെന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പഠിപ്പിച്ചത്, പണ്ഡിതന്മാർ പറഞ്ഞത്, ഏതൊരു ഡിവൈസിൽ നിന്നാവട്ടെ, മനുഷ്യൻ ഓതുന്നതാവട്ടെ, അതല്ല മറ്റേതെങ്കിലും യന്ത്രമാവട്ടെ, എന്തുമാവട്ടെ, ആര് എവിടെ നിന്ന് പരിശുദ്ധ ഖുർആന്റെ പാരായണം കേട്ടാലും ഈ ആയത്തനുസരിച്ച് അവൻ അതിലേക്ക് ശ്രദ്ധ കൊടുക്കണം. അല്ലെങ്കിൽ ആ പാരായണത്തിൽ നിന്ന് അത് നിർത്തിവെക്കണം. അവൻ പലപ്പോഴും നമ്മൾ റേഡിയോ ഓണാക്കും, അല്ലെങ്കിൽ മൊബൈൽ ഖിറാഅത്ത് വെക്കും, അല്ലെങ്കിൽ ഇന്നത്തെ ഏതെങ്കിലും ഡിവൈസിൽ ഖിറാഅത്ത് വെച്ചുകൊണ്ട് നാം നമ്മുടെ ദുനിയവിയായ കാര്യങ്ങളും മറ്റും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതായത് സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത് വെക്കും, അപ്പോൾ അവർ കുറ്റക്കാരാം. ഏതൊരു അവസ്ഥയിലും പരിശുദ്ധ ഖുർആന്റെ ശബ്ദം കേൾക്കുന്ന ഒരു അവസ്ഥ, പാരായണം കേൾക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവിടെ നാം ശാന്തമായി മൗനം പാലിച്ചുകൊണ്ട് നാം അത് ശ്രദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അത് നിർത്തിവെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പാരായണം കേൾക്കുന്നതിന് പ്രതിഫലം, പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ പ്രതിഫലം, ഇങ്ങനെ ഏതൊരു രൂപത്തിലും അതുമായി ബന്ധപ്പെട്ടാൽ പ്രതിഫലം. ഇങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കാണുകയും ആ പരിശുദ്ധ ഖുർആൻ പഠനം ഒരു ആവേശമായി എടുക്കുകയും വേണം. ഇവിടെ നമുക്കറിയാം, ആധുനിക ലോകത്ത് ഇന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ തത്വങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച തത്വങ്ങൾക്ക് അടിവരയിടുന്ന ശാസ്ത്ര സത്യങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇടയ്ക്കുള്ള ക്ലാസ്സുകൾ പരാമർശിച്ചു പോകാൻ ഇൻഷാ അല്ലാഹ്. അവിടെ ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ഭൂലോകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇന്ന് ശാസ്ത്രലോകം എത്തി നിൽക്കുന്നത്, അതിന്റെ ആരംഭത്തെക്കുറിച്ച് ശാസ്ത്രലോകം ഇന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറിയാണ്. ബിഗ് ബാങ്ങിലൂടെ, അഥവാ നെബുല എന്ന ഒരു പ്രത്യേക വസ്തു നിലനിന്നിരുന്നു, പ്രത്യേക പദാർത്ഥം, അല്ലെങ്കിൽ ഒരു പുക, അല്ലെങ്കിൽ ഒരു പൊടിപടലം. ആ പൊടിപടലത്തിൽ നിന്ന് പ്രത്യേക ഒരു വൻ പൊട്ടിത്തെറി, വൻ സ്ഫോടനമുണ്ടായി. അതാണ് ബിഗ് ബാങ് എന്ന് ഇന്ന് ശാസ്ത്രം പേരിട്ട് വിളിക്കുന്നത്. അങ്ങനെ അതിലൂടെയാണ് ഗോളങ്ങളും മറ്റ് സ്റ്റാറുകളും മറ്റ് പ്ലാനറ്റുകളും എല്ലാം ഉരുത്തിരിഞ്ഞ് അത് ഈ ഒരു അവസ്ഥയിലേക്ക് പരിണമിച്ചത് എന്ന് ആധുനിക ശാസ്ത്രം നമ്മോട് പറയുമ്പോൾ ആ ഒരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലാണ് ഇന്ന് ശാസ്ത്രലോകം പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് നാം പരിശുദ്ധ ഖുർആൻ മറിക്കേണ്ടത്. അവിടെ കാണാൻ സൂറത്തുൽ അംബിയ 30-ാമത്തെ ആയത്ത്, അവലം യറല്ലദീന കഫറു,
അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. എത്ര കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പിന്നെയും ആകെ സത്യങ്ങളുടെ തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനെ അടിവരയിടുകയും അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യുകയാണ് ഖുർആന്റെ ആശയങ്ങളെ. അത് വളരെയധികം ഫോക്കസ് ചെയ്തുകൊണ്ട് നാം സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്. നമുക്ക് തന്നെ അറിയാതെ പോകുന്ന ഒരുപാട് ഇന്ന് ശാസ്ത്രവുമായി കമ്പാരിസൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് തുലനം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന, നമ്മുടെ ഈമാന് തന്നെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. അത് സമൂഹത്തോട് നാം വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. ഏതവിടെ ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. ഈ ആകാശങ്ങളും ഭൂമിയുമെല്ലാം പരസ്പരം ഒട്ടിച്ചേർന്ന് തിങ്ങിവിങ്ങി നിൽക്കുന്നതായിരുന്നുവെന്നും അതിനെ നാം വേർപിടർത്തി എന്നതും ആ സത്യനിഷേധികൾ കണ്ടില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നെബുല എന്ന അവസ്ഥയിൽ അത് ദുഖാനായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ മറ്റു ഭാഗത്ത് പറയുന്നുണ്ട്. അതിന് മുന്നുള്ള അവസ്ഥ അത് കൃത്യമായി ശാസ്ത്രം കണ്ടെത്തിയതിനോട് യോജിക്കുന്നതാണ്. ഏതായിരുന്നാലും ആ ദുഖാൻ അല്ലെങ്കിൽ നെബുല അതിന് പ്രത്യേകമായ സമയത്ത് ഒരു പൊട്ടിത്തെറിയുണ്ടായി എന്ന് ശാസ്ത്രം പറയുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ അത് മുന്നേ പറഞ്ഞ ആ തത്വത്തിലേക്കാണ് അത് അടുത്തു വരുന്നത് എന്നാണ് നാം പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഏതൊരു വിഷയത്തിലും തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യമുണ്ടോ അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചതാണ് മുന്നേ. ഈ രൂപത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവ്വം ഏത് ശാസ്ത്രജ്ഞന്റെ മുന്നിലും പൊക്കിപ്പിടിക്കാവുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആന്റെ പാരായണവും ആ ഖുർആന്റെ പഠനവും നമുക്കൊരു ആവേശമാവണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഏതാവട്ടെ, ഇവിടെ തജ്വീദിലേക്ക് കടക്കുമ്പോൾ ചരിത്രത്തിന്റെ ഓരം പിടിച്ചുകൊണ്ട് അതിലേക്ക് കടന്നു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ പ്രാന്തപ്രദേശത്തിലൂടെ നടന്നു പോവുകയാണ്. കൂടെ സന്തത സഹചാരിയായിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്. അങ്ങനെ കുറെ നടന്നു പോയപ്പോൾ അവർക്ക് ദാഹിച്ചു. അങ്ങനെ ആ ദാഹവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു യുവാവ് കുറെ ആടുകളെയും മേച്ചുകൊണ്ട് അങ്ങ് അകലെ നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ ആ യുവാവിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓ മോനെ, ഈ നിന്റെ ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് ഒരാടിനെ ഞാൻ ഒന്ന് കറന്നുകൊള്ളട്ടെ. ആ കുട്ടി ആ സമയത്ത് പറഞ്ഞു, ഇത് എന്റെ ആടുകളല്ല, ഇതിന് പാല് തരാനുള്ള അധികാരം എനിക്കില്ല, ഞാൻ ഇതിന്റെ മേൽനോട്ടക്കാരൻ മാത്രമാണ്. ഇത് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ വന്ന രണ്ടുപേരും അതിനെ സ്വീകരിക്കുന്നത്. ആ കുട്ടിയുടെ സത്യസന്ധതയിൽ സന്തോഷിക്കുകയും അങ്ങനെ തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, എങ്കിൽ കറവില്ലാത്ത അഥവാ പ്രസവിക്കാത്ത ഒരു ആട്ടിൻകുട്ടിയെ തരുമോ, ഞാനൊന്ന് കടന്നുകൊള്ളട്ടെ. ആ കുട്ടി അത്ഭുത സ്തബ്ധനായിക്കൊണ്ട് തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു ആട്ടിൻകുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് നീക്കിക്കൊടുത്തു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആട്ടിൻകുട്ടിയുടെ പ്രസവിക്കാത്ത ആട്ടിൻകുട്ടിയുടെ അകിട് തടവിക്കൊണ്ട് കറക്കാൻ തുടങ്ങി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പാത്രവുമായി ചെന്നു. ആ പാത്രത്തിൽ നിറച്ചും പാല് കറന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതിൽ നിന്ന് കുടിച്ചു. ആ യുവാവിനും കൊടുത്തു. അങ്ങനെ അവർ പോവുകയാണ്. ആ സമയത്ത് ആ യുവാവ് ഓടിച്ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അത്ഭുത സ്തബ്ധനായിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ആ പാൽ കറക്കുന്ന സമയത്ത് എന്തോ ഒന്ന് ഉരുവിട്ടല്ലോ, അതൊന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടിയായി പറഞ്ഞു, ഇന്നക ഗുലാമും മുഅല്ലം, നീ ഒരു പഠിക്കുന്ന, നീ വിവരമുണ്ടാക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊരു പ്രവചനമായിരുന്നു അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്. കാലങ്ങൾ മുന്നോട്ട് പോയി. ഈ പറയപ്പെട്ട യുവാവ് പിന്നെ കൂടുതൽ ആടിനെ മേച്ചുകൊണ്ട് നിന്നില്ല. അദ്ദേഹം ഈ വന്ന ആ വ്യക്തികളുടെ വ്യക്തിപ്രഭാവവും അവരുടെ മുഖത്ത് നിന്ന് ദർശിച്ച ആ പ്രകാശവും അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തി. അവരന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തി അവിടുത്തെ ആ ആദർശത്തിന്റെ മഹിമ മനസ്സിലാക്കി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആറാമത്തെ വ്യക്തിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നാം പറയുന്നത്.
അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും തിരുനബിയുടെ സന്തത സഹചാരിയായിക്കൊണ്ട് അവിടുന്ന് ജീവിച്ചു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുഹൃത്തുക്കളുമായി പുറത്തിരിക്കുമ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഈ ശത്രുക്കളെ കഅബത്തിങ്കൽ പോയിക്കൊണ്ട് ഖുർആൻ ഓതിയിട്ട് ആ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളൊന്ന് അവരെ കേൾപ്പിക്കണം. ഇത് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് അത് മുന്നോട്ട് വന്നത് അന ഉസ്മഉഹും ഇയ്യാഹ്, ഞാൻ അവരെ കേൾപ്പിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മറ്റു പലരും അതുകൊണ്ട് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ പറഞ്ഞുകൊണ്ട് തടയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വരികയും പരിശുദ്ധമായ കഅബയുടെ ചുറ്റുഭാഗത്ത് അന്നത്തെ ഖുറൈശി കിങ്കരന്മാർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ കൂടിയിരിക്കുന്ന സമയത്ത് അവിടെ ചെന്നുകൊണ്ട് ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുർ റഹ്മാന്റെ കുറെ ഭാഗങ്ങൾ ഓതുകയും ചെയ്തു. ആ സമയത്ത് അവിടെ കൂടിയിരുന്ന ശത്രുക്കൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ അടിച്ചു പരിക്കേൽപ്പിച്ചു. രക്തം വാർന്ന് ഒഴുകുന്നൊരവസ്ഥയിലാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ആ സമയത്ത് തന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഞങ്ങൾ ഇതാണ് ഭയപ്പെട്ടത്, അതുകൊണ്ടാണ് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതുകൊണ്ട് യാതൊരു പ്രയാസവും തോന്നുന്നില്ല, അവർ എന്റെ കണ്ണിൽ വളരെ നിസ്സാരന്മാരാണ്, ഞാൻ ഇനിയും ഇത് ആവർത്തിക്കുമെന്ന് പറയുകയായിരുന്നു അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഈമാന്റെ ആ ലദ്ദത്ത്, ആ മധുരം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത്രമാത്രം രൂഢമൂലമായിരുന്നു. അവിടെ വെച്ച് അതാണ് അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ശത്രുക്കളെ പരസ്യമായി പരിശുദ്ധ ഖുർആൻ ഓതിയ വ്യക്തി എന്ന ആ സ്ഥാനം ചരിത്രത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ ബഅദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്ഥാനം അദ്ദേഹത്തിനുള്ളതാണ്. ഏതായിരുന്നാലും അവിടെ നിന്ന് കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായതുകൊണ്ടും തിരുനബിയുമായി വളരെ അടുത്ത് ജീവിക്കുന്നത് കൊണ്ടും അവിടുത്തെ സുഹൃത്തുക്കൾ പോലും സാഹിബു സവാദ്, സാഹിബു സിർ അഥവാ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന അപരനാമത്തിലാണ് ആ മഹാനെ വിളിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ആ മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തു, അദ്ദേഹത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം വിശദീകരിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, അഖദ്തു മിൻ ഫമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70 സൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ നിന്ന്, അവിടുത്തെ തിരുമുഖത്ത് നിന്ന് ഞാൻ 70-ലധികം സൂറത്ത് അല്ലെങ്കിൽ 70 സൂറത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു. ഇത്രമാത്രം ഭാഗ്യം ലഭിച്ചൊരു മഹാനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ നിന്ന് ഇത്രമാത്രം സൂറത്തുകൾ നേർക്കുനേരെ പകർത്തിയെടുക്കാൻ ഭാഗ്യം ലഭിച്ച മഹാൻ. ആ മഹാൻ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖും കൂടി ഉള്ള സംഘത്തിൽ ഒരു സമയത്ത് ഞാനുണ്ടായിരുന്നു. മൊത്തം മുസ്ലിങ്ങളുടെ അവസ്ഥകളെല്ലാം ചർച്ച ചെയ്ത് ഒരു രാത്രിയിൽ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ മസ്ജിദിന്റെ അടുത്തെത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നല്ല ഈണത്തിലുള്ള നല്ല രസമായ രൂപത്തിൽ പാരായണം ചെയ്യുന്ന ഖിറാഅത്ത് ഞങ്ങൾ കേൾക്കുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നു. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ നിന്നു. അങ്ങനെ ആ പാരായണം ശ്രവിച്ചു. വളരെ രസമായ വളരെ ആകർഷകമായ രൂപത്തിലുള്ള ഖുർആൻ പാരായണം. ആ പാരായണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേട്ട് ആ ഖുർആൻ പാരായണം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അൻ യസ്മഅൽ ഖുർആന ഗല്ലൻ കമാ ഉൻസില ഫയസ്മഉഹു മിൻ ഇബ്നു ഉമ്മി അബ്ദ്. ഇബ്നു ഉമ്മി അബ്ദ് എന്ന് പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദയാണ്. ആരെങ്കിലും പരിശുദ്ധമായ ഖുർആൻ അതിന്റെ തനതായ രൂപത്തിൽ, അത് ഇറക്കപ്പെട്ട തനതായ രൂപത്തിൽ ഓതിക്കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇബ്നു ഉമ്മി അബ്ദിന്റെ അഥവാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പാരായണം കേൾക്കട്ടെ. അവിടെ നിർത്തിയില്ല. തിരുനബി പറഞ്ഞു, മൻ സറഹു അൻ യഖറഅൽ ഖുർആന റത്ബൻ കമാ നസൽ ഫൽയഖറഅഹു അലാ ഖിറാഅതി ഇബ്നു ഉമ്മി അബ്ദ്. ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട അതേ ചാരുതയിലും അതേ തനിമയിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് പഠിക്കട്ടെ, അതനുസരിച്ച് പാരായണം ചെയ്യട്ടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ സർട്ടിഫൈ ലഭിച്ച സഹാബി അവിടെ വെച്ച് തന്നെ ആ നിസ്കാര ശേഷം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്യുന്ന സമയത്ത്
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു സൽ തുഅത, നീ ചോദിച്ചോ നിനക്ക് ലഭിക്കും, ചോദിച്ചോ ലഭിക്കും, ചോദിച്ചോ ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിക്കുകയാണ്. എത്ര വലിയ അംഗീകാരമാണത്! അങ്ങനെ അംഗീകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ലഭിച്ച ഈ മഹാനായ സഹാബി, അതുമായി ബന്ധപ്പെട്ട് ചരിത്രം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗുണപാഠമായിട്ടുള്ളതാണ്. പക്ഷെ സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഏതായിരുന്നാലും ഇങ്ങനെ അംഗീകാരം ലഭിച്ച മഹാനായ സഹാബി, അതുപോലെ തന്നെ മഹാത്മാക്കളായ മറ്റ് സഹാബത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരാധികാരികളായിരുന്ന പ്രമുഖരായ സഹാബികളെല്ലാം ഈ മഹാനായ സഹാബിയെ കുറിച്ച് പറഞ്ഞ ആ വാക്യങ്ങൾ അതെല്ലാം നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അംഗീകാരം ഈ മഹാനായ സഹാബിക്ക് മറ്റു സഹാബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മഹാനായ അബൂ മൂസ അശ്അരി പറഞ്ഞത് ലാ തസ്അലൂന അൻ ശൈഇൻ മാദാമ ഹാദൽ ഹബ്റു ഫീക്കും, ഈ അഗ്രഗണ്യനായ പണ്ഡിതൻ നിങ്ങളിലുള്ള സമയത്ത് ഒരിക്കലും ദീന്റെ കാര്യങ്ങൾ ചോദിച്ച് ഞങ്ങളിലേക്ക് വരേണ്ടതില്ല എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു. അദ്ദേഹം വിജ്ഞാനത്തിന്റെ ഭണ്ഡാരമാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വിജ്ഞാനത്തിന്റെ ഫിഖ്ഹിന്റെയും അതുപോലെ തന്നെ വിജ്ഞാനത്തിന്റെയും സാഗരമാണെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇങ്ങനെ സഹാബത്ത് എല്ലാവരും വളരെയധികം പ്രശംസിച്ച ആ മഹാപണ്ഡിതനായി മാറുന്നു നേരത്തെ പറഞ്ഞ ആട്ടിടയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവചനം, അഥവാ ഇന്നക ഗുലാമും മുഅല്ലം എന്ന് പറഞ്ഞ ആ പ്രവചനം. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി ആ വിഷയത്തിലേക്ക് വരുന്നു. ഉടനെ തന്നെ നമുക്ക് സമയത്തിന്റെ ആ ക്രമം പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് നിർത്തുകയും ചെയ്യാം. ഈ പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരാൾ പാരായണം ചെയ്യുന്നത് ശ്രവിക്കുകയാണ്. അങ്ങനെ ശ്രവിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു നിശ്ചിത ഭാഗത്തെത്തി. ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹ എന്ന ആ പരിശുദ്ധ ഖുർആന്റെ ആ വാക്യം ഓതുന്ന സമയത്ത് അയാൾ ഓതി ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീന വൽ ആമിലീന അലൈഹ എന്ന് പറഞ്ഞുകൊണ്ട് ഓതി. ഇങ്ങനെ ഓതിയപ്പോൾ അവിടെ വെച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മാ ഹാകദാ അഖറാനിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്? ഏതാണ്ട് 70-ലധികം സൂറത്തുകൾ തിരുനബിയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുത്ത മഹാൻ. എന്ന് മാത്രമല്ല, അൽ അർളത്തുൽ അഖീറ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് മുമ്പ് നടന്ന ആ മനപ്പാഠ പരിശോധനയിൽ പങ്കെടുത്ത മഹാൻ. അതുപോലെ ഈ രൂപത്തിലെല്ലാം മറ്റു സഹാബികളാൽ പ്രശംസിക്കപ്പെട്ട മഹാൻ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അങ്ങേയറ്റത്തെ അംഗീകാരം ലഭിച്ച മഹാനായ സഹാബി അവിടെ വെച്ച് പറഞ്ഞു, മാ അഖറനിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇത് പറയാൻ എന്താണ് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അവിടെ വെച്ച് അവർ ചോദിച്ചു, കൈഫ അഖറഅകഹ യാ അബാ അബ്ദുറഹ്മാൻ, പിന്നെ എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചത്, അതൊന്ന് പറഞ്ഞു തരിക. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അഖറാനിഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഓതി പഠിപ്പിച്ചു തന്നത് ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീന എന്ന് പറഞ്ഞുകൊണ്ട് വൽ മസാകീനി ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. ഇത് ഓതി കൊടുത്തു. എന്താണ് അതിൽ വന്ന മാറ്റം? അക്ഷരങ്ങളുടെ വസ്ഫ് കൊണ്ടോ അല്ലെങ്കിൽ മഖ്റജിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ല അവിടെ വെച്ച് മഹാനായ സഹാബി അത് തെറ്റാണെന്ന് പറഞ്ഞത്. മറിച്ച് അവിടെയുള്ള പ്രശ്നം ലിൽ ഫുഖറാഇ എന്നിടത്ത് 2 ഹറക്കത്തിന്റെ ഖദർ അഥവാ 2 വവ്വൽസിന്റെ ഖദർ, 2 വവ്വൽസിന്റെ അളവ്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കാനുള്ള അളവ് എന്ന് പറയുന്ന അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടേണ്ടതുണ്ട്. അത് നിർബന്ധമായി നീട്ടൽ ആവശ്യമാണ്. അങ്ങനെയുള്ള സ്ഥലമാണത്. അഥവാ മദ് മുത്തസിൽ എന്ന് പറയും. നമുക്കത് വിശദമായി പറയാം ഇൻഷാ അല്ലാഹ്. ആ മദ് മുത്തസിൽ എന്ന് പറയുന്ന ആ മദ് ആവശ്യമുള്ള അതായത് അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമായ സ്ഥലമാണത്. അവിടെ വെച്ച് ആ മദ് ചെയ്യാതെ ഓതിയപ്പോഴാണ് അത് തികച്ചും തെറ്റാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ വെച്ച് നാം എന്ത് മനസ്സിലാക്കണം? പരിശുദ്ധ ഖുർആൻ കേവലം അറബി വായന പോലെ വായിച്ചാൽ പറ്റില്ല.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്തോ ഏത് രൂപത്തിലാണോ അതുപോലെ തന്നെ പാരായണം ചെയ്യണം. അതാണ് തജ്വീദ് എന്ന് പറയുന്നത്. അതിന്റെ ക്രോഡീകരണം, നിയമങ്ങളുടെ ക്രോഡീകരണം പിൽക്കാലത്ത് നടന്നു. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് പറയാം. ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ്, അത് പഠിച്ചും മനസ്സിലാക്കിയും പാലിച്ചും കൊണ്ടാണ് സഹാബത്ത് ഖുർആൻ ഓതിയത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇതേ ഒരൊറ്റ വാക്ക്, ഇതേ ഒരൊറ്റ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ നിർദ്ദേശത്തിൽ നിന്ന് മാത്രം പണ്ഡിതന്മാർ അഥവാ ഖുർആൻ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്, വുജൂബു മദ്ദിൽ മുത്തസിൽ, മദ് മുത്തസിൽ നിർബന്ധമായും അത് ദീർഘം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നീട്ടേണ്ടതാണ് എന്ന നിയമം ഇതിൽ നമുക്ക് ലഭ്യമാവുന്നു. മറ്റൊന്ന്, അൽ ഖുർആൻ യൂഖദു മിൻ അഫ്വാഹി അഹ്ലിഹി, ഖുർആൻ അതിന്റെ ആളുകളുടെ മുഖത്ത് നിന്ന് എടുക്കണം, അവരുടെ വായിൽ നിന്ന് പകർന്നെടുക്കേണ്ടതാണ്. അഥവാ ഗുരുവിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ, ഇത്തരം നമ്മുടെ ഈ സംവിധാനങ്ങൾ നാം ഉപയോഗപ്പെടുത്തുമ്പോഴും ഒരു ഉസ്താദിൽ നിന്ന് നേർക്കുനേരെ പരിശുദ്ധ ഖുർആൻ ഉച്ചരിച്ച് അവിടുത്തെ ഉച്ചാരണം കണ്ട് നേർക്കുനേരെ പഠിച്ചെടുക്കുക എന്നതാണ് അതിന്റെ പരിപൂർണത എന്ന് മനസ്സിലാക്കി അതിനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തിയേ പറ്റൂ. പക്ഷേ ഇത്രയും സൗകര്യങ്ങൾ നാം ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് കിട്ടാവുന്ന അത്രയും നമുക്ക് നേടാം. എങ്കിൽ പോലും അതിന്റെ പരിപൂർണത എന്ന് പറയുന്നത് നാം ഉസ്താദിൽ നിന്ന് നേരിട്ട് പഠിക്കുമ്പോഴാണ്. സമയം നീട്ടാവുന്നല്ലേ? പക്ഷെ അത് വേണ്ട, നമ്മൾ സമയം നിശ്ചയിച്ചാൽ കൃത്യമായി തന്നെ പോകും. അപ്പൊ തന്നെ കൃത്യത തെറ്റിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ വേഗം തന്നെ നിർത്താം ഇൻഷാ അല്ലാഹ്. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ നമ്മൾ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പാരായണവും പഠനവും നടത്തിക്കൊണ്ടിരിക്കണം. എങ്കിൽ പോലും ഒരു ഉസ്താദിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതിന് ഗുണമതില്ല. ഒരു നീന്തൽ നമ്മൾ വായിച്ചു പഠിച്ചാൽ അത് തിയറിക്കലി പഠിക്കാൻ പറ്റും, പക്ഷെ പ്രാക്ടിക്കലി പഠിക്കാൻ കഴിയില്ല എന്നതുപോലെ ചില കുറവുകൾ ഇതിലുണ്ടായിരിക്കും സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് രീതികളിൽ നിന്നെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് എപ്പോഴും ഒരു ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കുമ്പോഴാണ് അതിന്റെ പരിപൂർണത. അതിനുവേണ്ടി നാം ശ്രമിക്കണം, അതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തും. ഒരിക്കലും അവസരങ്ങൾ വീണ് കിട്ടിക്കൊള്ളണമെന്നില്ല, നാം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. വീണ് കിട്ടിയ അവസരം പോലും ഉപയോഗിക്കാത്തടത്താണ് നമ്മളുള്ളത് എന്നതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. പലപ്പോഴും ഇസ്ലാമിന് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ, ആദർശത്തിന് വേണ്ടി വലിയ വർത്തമാനങ്ങൾ പറയാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ പരിശുദ്ധ ഖുർആൻ ഒന്ന് തെറ്റുകൂടാതെ ഓതുക എന്ന ഏറ്റവും അതിന്റെ പ്രാഥമിക ഘട്ടം, അത് ഖുർആൻ പഠനത്തിന്റെ പ്രാഥമിക ഘട്ടമാണ്. ഖുർആൻ തെറ്റുകൂടാതെ ഓതുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന മെസ്സേജ്, ആ മെസ്സേജ് ഒന്ന് തെറ്റുകൂടാതെ വായിക്കുക. അതുപോലും കഴിയില്ലെങ്കിൽ ആ സ്രഷ്ടാവിനെ കുറിച്ച് എന്ത് ധാരണയാണ് നമുക്ക്? ആ സ്രഷ്ടാവിനോട് എന്ത് സ്നേഹമാണ് നമുക്ക്? ഒരു സ്നേഹമുള്ള ഒരാളെ അയച്ചൊരു കത്ത് വായിക്കാൻ നമുക്ക് എത്രമാത്രം താല്പര്യമുണ്ടായിരിക്കും? എങ്കിൽ അതിനേക്കാൾ എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട അനുനിമിഷം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പടച്ചറബിന്റെ ആ വാക്യങ്ങൾ അതൊന്ന് പഠിക്കാൻ പിന്നെ എന്തുകൊണ്ട് നാം സമയം കാണുന്നില്ല? എന്തുകൊണ്ട് നാം അവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല? അതാണ് ചോദ്യം. അത് നാം ഭൗതികമായ ഒരു ലാഭം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അവസരം സൃഷ്ടിക്കില്ലേ? ആ ഒരു സ്ഥാനമെങ്കിലും, അതിനേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടതാണ്. ആ ഒരു സ്ഥാനമെങ്കിലും എന്തുകൊണ്ട് നാം കൊടുക്കുന്നില്ല? അതുകൊണ്ട് തന്നെ അത് കൊടുക്കാത്ത കാലത്തോളം ആദർശം വാദിക്കാൻ, അത് കൊടുക്കാത്ത കാലത്തോളം ദീനിന്റെ ആളാണ് ഞാനെന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ അർഹതയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് സ്വന്തത്തോട് പറയേണ്ടതാണ്, ആരെയും കുറ്റപ്പെടുത്തേണ്ടതല്ല. ഞാൻ എന്നോട് പറയണം, നിങ്ങൾ നിങ്ങളോട് പറയണം. അങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആ ഒരു അവധിയുണ്ടല്ലോ, അത് എല്ലാവർക്കും ലിമിറ്റഡാണ്, നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ മരണമാവുന്ന പോയിന്റിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും. മഹാനായ അൽ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, ഓരോ നിമിഷവും നമ്മോട് വിളിച്ചു പറയുകയാണ്, ഓ മനുഷ്യ, ഓരോ പുലരിയും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, മനുഷ്യ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, അന ഖൽഖുൻ ജദീദ് വഅലാ അമലിക ഷഹീദ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ നിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്, ഞാൻ പോയാൽ ഒരിക്കലും തിരിച്ചു വരില്ല. ഈ ഒരു യാഥാർത്ഥ്യം അതൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി സമയങ്ങൾ ഏറ്റവും നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധ ഖുർആനേക്കാൾ നല്ല ഒന്ന് മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ ദിവസേന തന്നെ കുറെ സമയം പരിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും മനനവുമായി കഴിച്ചുകൂട്ടാൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നാം ഈ പറഞ്ഞതിന്റെ അവസാനമായി പറഞ്ഞ ആ പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത്. ഇനി തുടർന്ന് പോകുന്നതും ആ പോയിന്റ് പിടിച്ചുകൊണ്ടാണ്. കാരണം നമ്മൾ പരിശുദ്ധ ഖുർആന്റെ പാരായണം ശരിയാക്കുക എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കേവലം അറബി പാരായണം പോലെ പാരായണം ചെയ്താൽ പറ്റില്ല.
അതുകൊണ്ട് തന്നെ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് മികവുറ്റ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ആ കഴിവ് ഞാൻ നേടിയിരിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. യാതൊരു വൈകല്യങ്ങളുമില്ലാതെ അക്ഷരശുദ്ധിയോടുകൂടി തന്നെ ഓതുകയും കേവലം ഒരു മുത്തസിലായ മദ് വേണ്ട രീതിയിൽ നീട്ടാതെ ഓതുകയും ചെയ്തപ്പോൾ പോലും അതിൽ ഇടപെട്ടുകൊണ്ട് ഈ മഹാനായ സഹാബി ഇത്രമാത്രം ഗൗരവത്തോടുകൂടി കാര്യം പറഞ്ഞെങ്കിൽ അതിന്റെ ഗൗരവം അതിൽ നാം ഗ്രഹിക്കുക. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിഷയങ്ങൾ പഠിക്കുന്നത് പോലും അതിന്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കാത്തത് കൊണ്ട് പാലിക്കാതെ പോകുന്നുണ്ട്. പലപ്പോഴും പഠിക്കാതെ പോകുന്നതും ഇതേ കാരണത്താലാണ്. അതുകൊണ്ട് ഓരോ വിഷയത്തിന്റെ പഠിക്കുമ്പോഴും അതിന്റെ ഗൗരവവും അതിന്റെ ഇസ്ലാമിലെ സ്ഥാനവും ഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ അത് പാലിക്കാനും പകർത്താനും ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി ആർക്കെങ്കിലും ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്താ എന്റെ ഉമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും എല്ലാം നിർവഹിക്കാൻ, സിയാറത്തും എല്ലാം നിർവഹിക്കാൻ ആ ഉമ്മാക്കും അതുപോലെ നമ്മിൽപ്പെട്ട ഹജ്ജിന് പോയ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കും അതുപോലെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നമുക്കും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കും എല്ലാം നിർവഹിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ ഈ വിനീതനെയും കൂടി ഉൾപ്പെടുത്തുക. നമുക്ക് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. ഇനി ഏതെങ്കിലും ഈ പറഞ്ഞ വിഷയവുമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നതിന് വിരോധമില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് സമയം അതിക്രമിച്ചതുകൊണ്ട് ഇപ്പോൾ നിർത്താം. അടുത്ത ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നിശ്ചയിച്ചുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ അവസരം തരും. കൃത്യതയോടുകൂടി നമുക്ക് അടുത്ത ക്ലാസ് മുതൽ അങ്ങനെയൊക്കെ നീങ്ങാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതിനെ കേട്ടതിനെ നീ സ്വീകരിക്കണ റഹ്മാനെ. നിന്റെ പരിശുദ്ധമായ ഖുർആൻ വേണ്ട വിധം പഠിക്കാനും മനസ്സിലാക്കാനും അത് ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യാനും അതിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീന്റെ നിർദ്ദേശങ്ങൾ ആവേശപൂർവ്വം ജീവിതത്തിൽ പകർത്തി ഒരു മാതൃകാ ജീവിതം നയിക്കാനും ഭാവി തലമുറകൾക്ക് വെളിച്ചമാകാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ ഭാവി തലമുറകളെയും നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദര സഹോദരന്മാർ, ഭാര്യ സന്താനങ്ങൾ, അതുപോലെ തന്നെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നിഅമത്തും രോഗശമനവും നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർ, ആലിമീങ്ങൾ, സുഹൃത്തുക്കൾ, സഹായിച്ചവർ എല്ലാവരുടെയും ഖബറിടം നീ സന്തോഷപൂരിതമാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിപ്പിക്കണേ റഹ്മാനെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് ആ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനും അവിടുത്തെ സാമീപ്യം കൊണ്ട് സന്തോഷിക്കാനും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ലിഖാ കൊണ്ട് നീ അനുഗ്രഹിക്കുന്ന ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نسألك بأسمائك الحسنى أن تجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وجلاء حزننا وذهاب همنا وغمنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.